ഹലോ, അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ദോശയും ചമ്മന്തിയും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ദേ കുറച്ച് ദോശ ഉണ്ടാക്കി വെച്ചു. അപ്പം കുറച്ച് വലുതായിട്ടാണ് കേട്ടോ ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഓരോ ഇഷ്ടങ്ങളുണ്ട്. ചിലപ്പോൾ ചെറിയ ദോശ ഉണ്ടാക്കും, ചിലപ്പോൾ നെയ് റോസ്റ്റ് ഉണ്ടാക്കും. അപ്പോൾ ദോശ ഉണ്ടാക്കി കഴിഞ്ഞു, ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ വെള്ള ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, പച്ചമുളക് ഇട്ട്. അപ്പോൾ എനിക്ക് വെള്ള ചമ്മന്തിയാണ് കൂടുതലും ഇഷ്ടം, ദോശയുടെ കൂടി ഇഡ്ഡലിയുടെ കൂടിയൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ ദേ ചായയും റെഡിയായി, ദോശയും ചമ്മന്തിയും എല്ലാം റെഡിയായി. ഇനി നമുക്ക് ചായ കുടിക്കാം. അപ്പോൾ ചായ കുടി കഴിഞ്ഞിട്ട് വേണം അടുത്ത പണിയിലേക്ക് കിടക്കാനായിട്ട്. അപ്പോൾ 2 ദിവസം കൂടി കഴിഞ്ഞ് ഇതുപോലെ ഇരുന്ന് ചായ കുടിക്കാൻ പറ്റില്ല കേട്ടോ. പിള്ളേരുടെ സ്കൂൾ തുറക്കും, പിന്നെ അവരെ വിടാനുള്ള തിടുക്കമാണ്, എല്ലാം പെട്ടെന്ന് ചെയ്യണം. അപ്പോൾ നമുക്കൊന്ന് ഇരിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഇന്ന് ഞാൻ ചോറൊന്നും വെച്ചില്ല കേട്ടോ. പഞ്ചേട്ടന് ഓഫീസിൽ ചോറ് കൊണ്ടുപോകണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാനെല്ലാം സാവധാനത്തിലാണ് ചെയ്തത്. അപ്പം ഇനി ചായ കുടി കഴിഞ്ഞിട്ട് വേണം ചോറും കറിയും എല്ലാം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതേ കുക്കറിൽ ഞാൻ അരി അടുപ്പത്തിട്ടിട്ടുണ്ട്. ഇനി ഞാൻ കടച്ചക്ക വറുത്തരച്ച് കറി വയ്ക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ കാറ്റും മഴ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തേങ്ങ വറുത്തെടുത്ത് മാറ്റി വെക്കുകയാണ് അത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ കടച്ചക്ക മേടിച്ചുകൊണ്ട് വന്നിട്ട് കുറച്ച് ദിവസമായിട്ടോ. ഓരോ ദിവസവും വെക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ ഈ കറണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണ കാരണം കൊണ്ട് കറി വെക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും കറി വെച്ചേ പറ്റൂ എന്നുള്ളതിൽ ഞാൻ പെട്ടെന്ന് തേങ്ങ വറുത്തെടുക്കുകയാണ്. അപ്പോൾ അത് കറണ്ട് പോണതിന് മുമ്പേ അത് അരച്ചെടുക്കാനായിട്ട്. വറുത്ത തേങ്ങയിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളെല്ലാം ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ട് അത് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പം അത് മാറ്റി നമുക്ക് വയ്ക്കാം ചൂടാറാനായിട്ട്. അത് കഴിഞ്ഞ് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമുക്കിനി കടച്ചക്ക വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുക്കറിൽ കടച്ചക്ക ഇട്ട് കുറച്ച് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും കൂടി ചേർത്തിട്ട് കടച്ചക്ക വേവിക്കാൻ വെച്ചു. അപ്പോൾ അത് വെന്ത് മാറ്റിയതിന് ശേഷം ഞാൻ സവാളയൊക്കെ വഴറ്റാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് സവാള വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ സവാള ഒന്ന് വഴണ്ടി വന്ന് കഴിയുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കണം. കാരണം തേങ്ങ വറുക്കാനുള്ളതിൽ ഇതെല്ലാ പൊടികളും ചേർത്തിട്ടുണ്ട്, എന്നാലും കുറച്ച് ഞാൻ ഇതിനകത്തും കൂടി ചേർക്കുകയാണ്. അപ്പോൾ ചേർത്തിട്ട് ഞാൻ പിന്നെ അത് വേവിച്ച് വെച്ചേക്കണം കടച്ചക്ക ഇതിനകത്ത് ഇട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തിളച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് അരച്ച് വെച്ചേക്കണം അരപ്പും കൂടിയും ചേർത്ത് അതൊന്ന് തിളച്ച് എണ്ണ തെളിയണ വരെ നമുക്ക് മൂടി വയ്ക്കാം. ഇതിനിടയ്ക്ക് എനിക്കൊരു അബദ്ധം പറ്റി. നിങ്ങൾക്ക് ഇതുപോലെ അബദ്ധം പറ്റാറുണ്ടോ? അപ്പോൾ തലേ ദിവസം ഞാൻ ചെമ്മീൻ നന്നാക്കി വെച്ച്, ഉണക്ക ചെമ്മീൻ. അപ്പോൾ മോൾക്ക് റോസ്റ്റ് ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവളും കൂടിയാണ് അത് നന്നാക്കി തന്നത്. അപ്പോൾ ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട്. പക്ഷെ ഞാനത് മറന്നുപോയി ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട്. ചെമ്മീൻ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാനത് കണ്ടില്ല. എന്നിട്ട് ഊണ് കഴിക്കാൻ നേരത്ത് ചോറ് വിളമ്പിയപ്പോഴാണ് മോള് ചോദിച്ചത്, അമ്മ ചെമ്മീൻ റോസ്റ്റ് എന്റേത്. അപ്പോഴാണ് ഞാൻ ഓർക്കണത് തന്നെ ചെമ്മീൻ റോസ്റ്റിന്. നിങ്ങൾക്ക് ഇതുപോലെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടോ? എനിക്ക് ഭയങ്കര മറവിയാണ്. അപ്പൊ പിന്നെ ഞാൻ അവളോട് പറഞ്ഞു വൈകുന്നേരം ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞുകൊണ്ട് അവളെ സമാധാനിപ്പിച്ചു. വെണ്ടയ്ക്ക ഇന്നലെ അരിഞ്ഞു വെച്ചതാണ്. ഈ വെണ്ടയ്ക്കയും ചെമ്മീനും എല്ലാം ഇന്നലെ റെഡിയാക്കി വെച്ചതാണ്. പക്ഷെ ചെമ്മീൻ്റെ കാര്യം ഞാൻ മറന്നുപോയി. ഇപ്പോൾ വെണ്ടയ്ക്ക തോരനുണ്ടാക്കി. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് തേങ്ങ ചിരകിയിട്ട് വെണ്ടയ്ക്ക തോരൻ റെഡിയാക്കി. ഇതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല മഴ. കുറച്ചു നേരം മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഊണ് കഴിക്കാനുള്ള ടൈമായി കേട്ടോ. അപ്പോൾ അതേ ചോറെടുത്ത് കടച്ചക്ക കറിയും പിന്നെ വെണ്ടയ്ക്ക തോരനും കൂട്ടി ഊണ് കഴിച്ചു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ എടുക്കണ കാരണം പിള്ളേർ കൂടെ ഇരിക്കാത്ത, അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് ഊണ് കഴിക്കണത്.